ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ കലി കലി അക്കേലി എന്ന സീരീസിന്റെ 7ാമത്തെ എപ്പിസോഡ് വീഡിയോ ആണ്. ഇതിന്റെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഹോട്ടൽ റൂമിലിരിക്കുന്ന ഷീക്കയെയും അവരുടെ ഫാമിലിയെയുമാണ് കാണിക്കുന്നത്. ഈ സമയം നായകൻ ഷീക്കയെ കോൾ ചെയ്തുകൊണ്ട് പൂർവയുടെ സംശയമെല്ലാം മാറാനായി മാരേജ് ഇൻവിറ്റേഷൻ റെഡിയാക്കിയ ശേഷം അത് നായകന് അയച്ചു തരാൻ വേണ്ടി പറയുന്നു. നായകന്റെ കോൾ കട്ട് ചെയ്ത ഉടൻ തന്നെ ഷീക്ക അവരുടെ അച്ഛനോട് അവൾക്ക് നേരത്തെ വന്നിരുന്ന ആ മാരേജ് പ്രപ്പോസൽ പ്രൊസീഡ് ചെയ്യാൻ വേണ്ടി അവൾക്ക് താല്പര്യമുണ്ട് എന്ന കാര്യമെല്ലാം പറയുന്നു. അവിടെ കട്ട് ചെയ്ത് ഇവരുടെ പ്ലാനിങ്ങിൽ ചെറിയ മാറ്റമെല്ലാം വന്നതുകൊണ്ട് ഏജന്റിനോട് ഡേറ്റ് മാറ്റാൻ വേണ്ടി ആവശ്യപ്പെടുന്ന നായകനെയാണ് കാണിക്കുന്നത്. എന്നാൽ ഏജന്റ് ഡേറ്റ് മാറ്റുകയാണെങ്കിൽ റേറ്റ് മാറുമെന്നും അതുകൊണ്ട് നേരത്തെ തന്ന പൈസ തികയാതെ വരുമെന്ന് നായകനോട് പറയുന്നു. ഇവരുടെ ഈ സംസാരത്തിനിടയിൽ പൂർവ നായകന്റെ ഫോണെല്ലാം തട്ടിപ്പറിച്ചുകൊണ്ട് നായകന്റെ അടുത്ത് ക്ലോസ് ആയിട്ടെല്ലാം പെരുമാറാൻ വേണ്ടി നോക്കുന്നു. നായകനാണെങ്കിൽ ആ ഫോൺ കോളിനെ പറ്റി പൂർവ അറിയാതിരിക്കാൻ വേണ്ടി പൂർവയുടെ ഇഷ്ടപ്രകാരം അവളുടെ കൂടെ ഫിസിക്കൽ റിലേഷൻഷിപ്പിലെല്ലാം പോകുന്നു. അവിടെയൊക്കെ ചെയ്ത് ഡൽഹിയിലെ പുതിയ വീട്ടിലേക്ക് താമസം മാറുന്ന ഷീക്കയെയും ഫാമിലിയെയുമാണ് കാണിക്കുന്നത്. ഈ സമയം സിഎമ്മിന്റെ ആൾക്കാർ അവിടേക്ക് വന്നുകൊണ്ട് ഷീക്കയുടെ അച്ഛനെ മർദ്ദിച്ച ശേഷം അവരെ പറ്റി മോശമായിട്ടെല്ലാം പറയുന്നു. പൂർവ നല്ല മൂഡിലായിരിക്കുന്നത് കൊണ്ട് നായകൻ അവളോട് അവർക്ക് ഭോപ്പാലിൽ വെച്ച് നടക്കുന്ന ഫംഗ്ഷന് മുമ്പായി 2 ദിവസം ഒരു ഔട്ടിങ്ങിന് പോകാമെന്ന് പറയുന്നു. ഇത് കേട്ടതും പൂർവയ്ക്ക് വളരെയധികം സന്തോഷമാവുന്നു. അവൾ ഇക്കാര്യം തന്റെ അച്ഛനെ ഉടൻ തന്നെ അറിയിക്കുന്നു. എന്നാൽ സിഎം ഇപ്പോൾ പോകുന്നത് റിസ്ക് ആണെന്നും അതുകൊണ്ട് ഇപ്പോൾ എവിടേക്കും പോകേണ്ട ആവശ്യമില്ല എന്ന് അവരോട് പറയുന്നു. പൂർവയ്ക്കാണെങ്കിൽ പണ്ടേ വാശി കൂടുതലുള്ളത് കൊണ്ട് അവൾ തന്റെ അച്ഛന്റെ അടുത്ത് വാശി പിടിച്ചുകൊണ്ട് ഈ ട്രിപ്പിന് വേണ്ട കാര്യങ്ങളെല്ലാം റെഡിയാക്കുന്നു. ഷീക്ക നായകനെ കോൾ ചെയ്തുകൊണ്ട് സിഎമ്മിന്റെ ആൾക്കാർ അവരുടെ വീട്ടിൽ വന്നുണ്ടാക്കിയ പ്രശ്നങ്ങളെ പറ്റിയെല്ലാം പറയുന്നു. നായകൻ അധികകാലം ഇതൊന്നും ഉണ്ടാവില്ലെന്നും ഇതിന്റെ എല്ലാം പരിഹാരം ഉടൻ തന്നെ സംഭവിക്കുമെന്ന് അവളോട് പറയുന്നു. അവൻ ഉടൻ തന്നെ ഏജന്റിനെ കോൾ ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ട പൈസയെ പറ്റിയുള്ള കാര്യമെല്ലാം ചോദിക്കുന്നു. നായകൻ തന്റെ അച്ഛന്റെ അടുത്ത് ചെന്നുകൊണ്ട് തനിക്ക് എത്രയും പെട്ടെന്ന് 70 ലക്ഷം രൂപ അറേഞ്ച് ചെയ്ത് തരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. എന്നാൽ നായകന്റെ അച്ഛൻ തന്റെ കയ്യിൽ ഇത്രയും പൈസയൊന്നുമില്ലെന്നും നിനക്ക് പൈസ ആവശ്യമുണ്ടെങ്കിൽ പൂർവയോട് ചോദിച്ചാൽ പോരെ എന്ന് അവനോട് പറയുന്നു. എന്നാൽ അച്ഛൻ വേറെ ഒന്നിനെ പറ്റിയും ചിന്തിക്കേണ്ട ആവശ്യമില്ലെന്നും സിഎമ്മിന്റെ പാർട്ടി ഫണ്ടിൽ നിന്നും 70 ലക്ഷം രൂപ ആരും അറിയാതെ തനിക്ക് എടുത്തു തന്നാൽ മാത്രം മതിയെന്ന് അച്ഛനോട് നിർബന്ധപൂർവ്വം പറയുന്നു. തന്റെ മകന്റെ ആവശ്യമായതുകൊണ്ട് തന്നെ അയാൾ പൂർവയ്ക്ക് വേണ്ടി പാർട്ടി ഫണ്ടിൽ നിന്നും എടുത്തു വെച്ചിരുന്ന പൈസയിൽ നിന്നും ഒരു 70 ലക്ഷം രൂപ നായകന് വേണ്ടി ഒരു ബാഗിലാക്കി കൊണ്ടു കൊടുക്കുന്നു. അവിടെ കച്ചിത് സിഎമ്മിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്ന നായകനെയാണ് കാണിക്കുന്നത്. അവൻ എക്സസൈസ് എല്ലാം ചെയ്തുകൊണ്ടിരുന്ന പൂർവയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് തന്റെ ഫോണിൽ ചാർജ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പൂർവയുടെ ഫോണെല്ലാം എടുത്തുകൊണ്ട് അതിൽ നിന്നും ഷീക്കയെ അറ്റാക്ക് ചെയ്യാൻ ചെന്ന ആ വ്യക്തിയുടെ നമ്പർ എല്ലാം എടുത്ത് അയാളെ കോൾ ചെയ്ത് നോക്കുന്നു. കോൾ എടുത്തതും നായകൻ പൂർവയ്ക്ക് വേണ്ടി താൻ ഒരു പാർസൽ ഓർഡർ ചെയ്തിട്ടുണ്ടെന്നും അതുകൊണ്ട് അവർ ഇല്ലാത്ത സമയം അയാളോട് ആ പാർസലെല്ലാം മേടിച്ചു വെക്കാൻ വേണ്ടി പറയുന്നു. കുറച്ചുനേരം അയാളുടെ കൂടെ സംസാരിച്ച ശേഷം നായകൻ അയാളുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി ഇപ്പോൾ എവിടെയാണ് എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. എന്നാൽ അവനിപ്പോൾ ഒരു സിനിമയ്ക്ക് പോയിരിക്കുകയാണ് എന്ന കാര്യം പറഞ്ഞതും നായകൻ ഈ വിവരമെല്ലാം ആ കില്ലറെ വിളിച്ചറിയിക്കുന്നു. കില്ലർ ഇൻഫർമേഷൻ കിട്ടിയ ഉടൻ തന്നെ ആ വ്യക്തിയെ ആ തിയേറ്ററിൽ വെച്ച് തന്നെ കൊല്ലുന്നു. ജോലിയെല്ലാം കഴിഞ്ഞതും കില്ലർ ആ മരിച്ച ആൾക്കാരുടെ എല്ലാം ഫോട്ടോ എടുത്തുകൊണ്ട് നായകന് വാട്സപ്പിലെല്ലാം അയച്ചു കൊടുക്കുന്നു. നായകൻ തന്റെ പ്ലാനുകളെല്ലാം വർക്കാവുന്ന സന്തോഷത്തിൽ പൂർവയും കൂട്ടിക്കൊണ്ട് ഒരു ട്രിപ്പിന്റെ ഭാഗമായി അവരുടെ ഒരു ബന്ധുവിന്റെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലെത്തി കുറച്ചു നേരം വിശ്രമിച്ച ശേഷം അവർ ബന്ധുക്കളുടെ കൂടെ ഇരുന്ന് ഫുഡെല്ലാം കഴിക്കാൻ വേണ്ടി തുടങ്ങുന്നു. എന്നാൽ ഫുഡെല്ലാം കഴിക്കുന്നതിനിടയിൽ നായകൻ അവരോട് ചില്ലിങ്ങിലേക്ക് ഇവിടെ നിന്ന് എത്ര ദൂരമാണുള്ളത് എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. ഇത് കേട്ടതും പൂർവയുടെ കസിൻ ചില്ലിങ്ങിൽ വെച്ച് ഹണിമൂൺ ആഘോഷിക്കാനാണല്ലേ പ്ലാൻ എന്നുമെല്ലാം പറഞ്ഞുകൊണ്ട് അവരെ കളിയാക്കുന്നു. നായകൻ അവരുടെ ഹണിമൂണിന് വേണ്ടി ഇനിഷ്യേറ്റീവ് എല്ലാം എടുക്കുന്നത് കണ്ട് പൂർവയ്ക്കും വളരെയധികം സന്തോഷമാവുന്നു. ഇതേസമയം നായകൻ പറഞ്ഞത് പ്രകാരം ആ സീരിയൽ കില്ലർ ചില്ലിങ്ങിൽ വന്നുകൊണ്ട് സ്നൈപ്പർ എല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി വേണ്ട സ്ഥലങ്ങളെല്ലാം അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങുന്നു. അവിടെ കച്ചിത് നാളെ ചില്ലിങ്ങിലേക്ക് പോകുന്നതിനെ പറ്റിയെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നായകനെയും പൂർവയെയുമാണ് കാണിക്കുന്നത്. ഈ സമയം അവരുടെ കസിൻസ് അവിടേക്ക് വന്നുകൊണ്ട് ഡൽഹിയിൽ എവിടെ വെച്ചാണ് നിങ്ങൾക്ക് മാരേജ് ഉള്ളത് എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. ഇത് കേട്ടത് നായകൻ തന്റെ ഫ്രണ്ടിന്റെ ഇൻവിറ്റേഷൻ ലെറ്റർ എല്ലാം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവളയച്ച ആ ലെറ്റർ എല്ലാം എടുത്ത് നോക്കുന്നു. എന്നാൽ ലെറ്ററിന്റെ താഴെ ഈ മാരേജ് ഒറിജിനൽ ആണെന്നും ഇനി ഒരിക്കലും തന്റെ ലൈഫിലേക്ക് വരാൻ പാടില്ല എന്നുകൂടി ഷീക്ക താഴെ എഴുതിയിരിക്കുന്നത് കണ്ട് നായകന് വളരെയധികം വിഷമമാവുന്നു. അവിടെ കച്ചിത് പിറ്റേ ദിവസം രാവിലെ ചില്ലിങ്ങിലേക്ക് പോകാനൊരുങ്ങുന്ന
നായകനെയും കസിൻസിനെയുമാണ് കാണിക്കുന്നത്. നായകനാണെങ്കിൽ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ഫ്രണ്ടിൽ പോകുന്ന വണ്ടി താൻ ഓടിക്കാമെന്നും കൂടാതെ തൊട്ടപ്പുറത്ത് പൂർവ്വ കൂടി ഇരിക്കുകയാണെങ്കിൽ അത് വളരെയധികം റൊമാൻറ്റിക് ആവും എന്നുകൂടി അവരോട് പറയുന്നു. നായകനാണെങ്കിൽ പൂർവ്വയെ കൊല്ലാൻ വേണ്ടി എളുപ്പത്തിന് ചെയ്യുന്ന കാര്യമാണെങ്കിലും എല്ലാവരും നായകൻ പൂർവ്വയോടുള്ള ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണെന്ന് വിചാരിക്കുന്നു. കില്ലറാണെങ്കിൽ ആൾട്ടിറ്റ്യൂഡിന്റെ പ്രശ്നം കാരണം കുറച്ചധികം കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അയാൾ ഒരുവിധം സ്നൈപ്പറെല്ലാം സെറ്റ് ചെയ്ത് എയിം ചെയ്ത് വെക്കുന്നു. എന്നാൽ പോകുന്ന വഴിയിൽ നായകന്റെ കഷ്ടകാലത്തിന് അവരുടെ കൂടെ കാറിന്റെ ബാക്കിലിരുന്ന പ്രഗ്നന്റ് ആയിട്ടുള്ള പൂർവ്വയുടെ കസിന് കുറച്ചധികം ബുദ്ധിമുട്ടെല്ലാം തോന്നുന്നു. അതുകൊണ്ട് തന്നെ പൂർവ്വ നായകനോട് കാർ സൈഡാക്കിയ ശേഷം അവരെ ഫ്രണ്ട് സീറ്റിലിരുത്താൻ വേണ്ടി ആവശ്യപ്പെടുന്നു. നായകന് വേറെ നിവർത്തിയൊന്നുമില്ലാതെ പൂർവ്വ പറഞ്ഞ പ്രകാരം ആ ലേഡിയെ ഫ്രണ്ട് സീറ്റിലെല്ലാം ഇരുത്തേണ്ടി വരുന്നു. കില്ലറാണെങ്കിൽ ദൂരെ നിന്നും അവരുടെ കാറിനെ എയിം ചെയ്തു വന്നുകൊണ്ട് ആ ടേണിംഗ് പോയിന്റിൽ വെച്ച് ഷൂട്ട് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു. എന്നാൽ ആൾട്ടിറ്റ്യൂഡ് ഇഷ്യൂ കാരണം തന്റെ കാഴ്ചയെല്ലാം മങ്ങിയിട്ടും അതൊന്നും വകവയ്ക്കാതെ ഷൂട്ട് ആ ടേണിംഗ് പോയിന്റിൽ വെച്ച് ഗണ്ണെല്ലാം ഫയർ ചെയ്യുന്നു. ഇത്രയും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഈ സീരീസിന്റെ ബാക്കി വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.